ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ. പിന്നെ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. മുമ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇടായിരുന്നു, പക്ഷെ ഇപ്പം അതും കുറഞ്ഞു. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഇല്ല എന്താ എന്നും ലോങ് വീഡിയോ എടുത്തിടാൻ. നമ്മുടെ അപ്പച്ചൻ നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പം 41 ദിവസമായി. അപ്പം ഇന്ന് 40. പിന്നെ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്. അപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, എൻ്റെ അമ്മയുടെ ഫാദറാണ്. അപ്പോൾ അവരൊക്കെ അപ്പച്ചൻ എന്ന് വിളിച്ച് ഞങ്ങൾ പിള്ളേരൊക്കെ വലുതായപ്പോൾ അപ്പച്ചൻ. എന്നാലും നമ്മൾ എന്നും ഷോർട്ട് വീഡിയോ ഇടാറുണ്ട്, എന്നാൽ അതിന് നെഗറ്റീവ് പറയാറുണ്ട്. അപ്പച്ചൻ മരിച്ചിട്ട് ഇങ്ങനെ കളിച്ചും ചിരിച്ചും വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഡൗൺ ആവും, പേയ്മെൻ്റ് ഒക്കെ കുറയും. അതുകൊണ്ട് ഇത്തിരി അങ്ങനെ കൂടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും. അത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ കയറി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വീഡിയോ ഇടുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ഇന്ന് അപ്പച്ചൻ്റെ 41 കുർബാനയാണ്. അപ്പോൾ രാവിലെ തന്നെ പൂക്കളൊക്കെ വെച്ച് സെമിത്തേരിയിൽ കല്ലറയമ്മ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ജിസ്മണി മൊട്ടയിലൊക്കെ മുടി വന്നു തുടങ്ങി. പുട്ടും കടലയും, രാവിലെ പുട്ടും കടലയും. ഇന്ന് രാവിലെ ഇവിടെ പുട്ടാണ്, ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയാണ് കുർബാന കഴിഞ്ഞാൽ. അപ്പോൾ 41 ഇന്ന്. അപ്പോൾ 41 കഴിഞ്ഞാൽ നോമ്പ് കഴിയാണ്. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഗൈസ്. പിന്നെ നമുക്ക് ആ പൂവൊക്കെ കൊണ്ട് സെമിത്തേരിയിൽ ഇടാൻ പോകണം. അത് കുർബാനയ്ക്ക് മുമ്പ് പോകണം. അത് കുർബാന കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും കിട്ടില്ല, സമയം കിട്ടില്ല. അപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് പോയി പൂവിടണം. അത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥന ഉണ്ടാവും, ഓഫീസിൽ ചെല്ലണം. അമ്മ ഇവിടെയുണ്ട്, അമ്മച്ചി എവിടെയുണ്ട്. അമ്മച്ചി എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. എന്താ എന്തേലും പറഞ്ഞോടെ. അങ്ങനെ 41 ദിവസമായി. ഗൈസ് 41 കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോവാണ്. 3 ദിവസം കൂടെ ഉള്ളോ? 3 ദിവസം കൂടെ നമ്മൾ ഈ വീട്ടിലുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കെട്ടും കടക്കിയെടുത്ത് പോവും. ഈ മാസം 10-ാം തീയതി മാറാൻ നമ്മള്. ഈ മാസം 10-ാം തീയതി അല്ലേ? നമ്മൾ ഈ മാസം 10-ാം തീയതി മാറാനിരുന്നതാണ്. പക്ഷെ അപ്പം നമ്മൾ 2-ാം തീയതി വീട്ടിൽ നിന്ന് പോവാണ് ഗൈസ്. ഇവിടെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല, അതൊന്നും ഒതുക്കിയിട്ടില്ല. ഇതൊക്കെ ചെയ്യണം ഇനി. ഇപ്പം 2-ാം തീയതി. പിന്നെ പൂജവെപ്പൊക്കെ ആയതുകൊണ്ട് ഭാഗ്യത്തിന് മുടക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പൂജവെപ്പിൻ്റെ തിങ്കളാഴ്ച മാത്രമേ സ്കൂളുള്ളൂ. അത് കഴിഞ്ഞാൽ ചൊവ്വ ബുധൻ വ്യാഴം വേറെ സ്കൂളില്ല. അങ്ങനെ ഗൈസ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ ഇവിടെ കുക്കുനെ ഒരുക്കായിരുന്നു. കുക്കുന് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആമയൊന്നും ഒരുങ്ങിയിട്ടില്ല. ആമയ്ക്ക് ആ ഒരു പോകാൻ നിൽക്കുന്ന ആ സമയത്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവൾ ഭയങ്കര വാശിയാവും. അതുകൊണ്ട് ആമ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു എല്ലാവരുടെയും. പിന്നെ നമ്മൾ ബാലായമ്മ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കലുണ്ട്. ഞങ്ങളൊക്കെ ഒരു ആഷ് കളറൊക്കെ പോലത്തെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ അമ്മച്ചിയും അമ്മ എബി ആൻറ്റി പ്രിയ ആൻറ്റിക്ക് കൂടെ ഒരേപോലത്തെ ഒരു ആഷ് കളർ പോലെയൊക്കെയുള്ള വൈറ്റും പിന്നെ ഒരു പ്രിൻ്റൊക്കെ വരുന്ന ഒരു സാരിയാണ് എടുത്തത്. ഈ നോക്ക് കൈയിൻ്റെ ഇതൊക്കെ ഇടൂട്ടോ അതിന് പിന്നെ അത് നോക്കും. അപ്പോൾ 10:30-ക്കാണ് കുർബാന. അപ്പോൾ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ പള്ളിക്ക് വന്നു. പിന്നെ നമ്മുടെ കസിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം 41 സ്പെഷ്യൽ കുർബാനയാണ്. അപ്പോൾ 41 വിളിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സെമിത്തേരിക്ക് വന്നു. സെമിത്തേരിയിൽ ഇനി വന്നിട്ട് ഒപ്പീസ് ചൊല്ലും അച്ഛൻ. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഒപ്പീസൊക്കെ ചൊല്ലി കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെയാണ് ഫുഡ് കൊടുക്കലൊക്കെ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ബാക്കിൽ ഹാളിലേക്ക് വന്നു. അപ്പോൾ അവിടെ അപ്പച്ചൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ മാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ദിവസം നമ്മൾ നോമ്പായിരിക്കും കേട്ടോ, നോൺ വെജ് കഴിക്കില്ല നമ്മൾ. പിന്നെ 41-ൻ്റെ അന്നാണ് നമ്മൾ നോൺ വെജ് കഴിക്കുക. അതുകൊണ്ട് ഭക്ഷണം ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ നോമ്പ് തീർക്കുക. മറക്കരുത് കേട്ടോ. പിന്നെ ഗൈസ് ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇച്ചായത്തി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലത്തെ ബിനീഷാൻ്റെ അങ്കിളായിരുന്നു. ഇവർ വന്നിട്ടുണ്ടായിരുന്നു. വിളിച്ചില്ലേ കുക്കു കുക്കു. എന്താ വിളിച്ച
അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാണ് അടിയിരുന്നോട്ടാ ഇങ്ങനെ. അല്ല മൂന്ന് 4 5 6 7 8 9 സൂപ്പർ. ഒരു ചിക്കൻ ഇങ്ങനെ കടിച്ചു പറിച്ചേ ഇങ്ങനെ. അങ്ങനെ ഫുഡൊക്കെ വിളമ്പിൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടന്മാരും എൻ്റെ അപ്പുറത്തിരുന്ന് ഫുഡ് കഴിച്ചു. ഞാൻ അച്ഛനെ പിടിച്ച് എൻ്റെ അപ്പുറത്തിരുത്തി, കാരണം എനിക്ക് കൂട്ടിന്. എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്. അവർക്ക് ഗൈഡ്സ് ഉണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ. എല്ലാത്തിനും പോയി ചെയ്തു ഗൈസ്. മാർക്കിന് അവൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് തരാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ അപ്പുറത്തിരിക്കാം കൂട്ടിന്. അതാ ബിരിയാണി തിന്നാൽ കറിയും നടക്കും. എന്താ ചെയ്യാ, ഫുഡൊക്കെ എടുത്ത് വെച്ചാവോ? മായോ ഒക്കെ തരാം. നീ കഴിച്ചായിരുന്നാ? അത് പറ്റില്ലേ, കുട്ടി കഴിക്കും. സാരില്ല, ഞാനില്ല, അപ്പുറത്തിരിക്കുന്നുണ്ട് ഞാൻ കൂട്ടിന്. സർലാസ് വേണം അല്ലേ? മറ്റേ വേണം. ഞാൻ പൈനാപ്പിൾ എടുത്ത് എങ്ങടെ? പൈനാപ്പിളിന്റെ അടക്കം എടുത്ത് ഫുള്ള് എടുത്ത് തീർന്ന. അതെന്തൊരു പരിപാടിയാ? കൂട്ടില്ലാന്ന് പറയില്ലല്ലോ. കൂട്ട് കിട്ടിയില്ലേ? കണ്ടോ ഗായ്സ്, എന്നോടില്ലാത്ത സ്നേഹമാണ് ഇവിടെ. അങ്ങനെ സ്ത്രീക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഇടവും വലമായിട്ട് കുഞ്ഞച്ചനും വില്ലച്ചനും കൂടെ ഇരുന്നു കേട്ടോ. എന്നിട്ട് അവൾക്ക് വാരിക്കൊടുക്കലുള്ള സ്നേഹപ്രകടനമായിരുന്നു അവിടെ ഫുള്ള്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലച്ചനും കുഞ്ഞച്ചനും എന്നെ പോലെയാണ് കേട്ടോ ശ്രീദേവിക. ഞങ്ങളുടെ വീട്ടിൽ പിറക്കാതെ പോയൊരു ഉണ്ണിയാണ് ശ്രീ. അപ്പോൾ എന്നെ പോലെ തന്നെയാണ് ശ്രീയോടും വില്ലച്ചനും കുഞ്ഞച്ചനൊക്കെ. വില്ലച്ചനും കുഞ്ഞച്ചനും മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ പോലെയാണ് ശ്രീനെയും കാണുന്നത്. കുഞ്ഞച്ചൻ വാരി കൊടുത്തപ്പോൾ വില്ലച്ചന് വാരി കൊടുക്കണം. എന്നിട്ട് രണ്ടുപേരും വാരി മത്സരമായിരുന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മളിനി മുറ്റല്ല ക്ലീൻ ചെയ്യില്ല. എങ്ങനെ പിന്നെ ഹാള് ഒന്നും അടിച്ച് വാരിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ വന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു, ചായ കുടിക്കായിരുന്നു. പിന്നെ നമ്മുടെ ശ്രീ പോയിട്ടില്ല കേട്ടോ. അവളെ ഞാൻ പിടിച്ച് നിർത്തി ഗൈസ്. അവളെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിർത്താനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാനും അച്ചുവും ശ്രീയും കൂടെയാണ് ഇരുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഞങ്ങൾ 3 പേരും ഒരേ വൈബാണ് ഗൈസ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വന്ന് കിടന്നു. ഞങ്ങൾ കിടന്ന് ഉറങ്ങിയില്ല ഗൈസ്. ഞങ്ങൾ കുറേ നേരം രാത്രി കഥയൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ഇവള് വേറെ സ്കൂളിലാണ്, അറിയാമല്ലോ. ഇവള് വേറെ സ്കൂളിലാണ്, ഞാൻ വേറെ സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും. അവൾ അവിടുത്തെ കുറേ വിശേഷങ്ങൾ പറഞ്ഞ്, ഞാൻ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങിയതൊരു 12 മണി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഉറങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എടുക്കുന്ന വീഡിയോ ആണ്. ഞങ്ങൾ അത്ര നേരം ഓരോന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മളിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ ഇനി ശ്രമിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.